ഇത് 2017 മോഡൽ ഹോണ്ട സിറ്റിയാണ്. സിംഗിൾ ഓണറാണ്. 89,000 കിലോമീറ്റർ പോയിട്ടുണ്ട്. സ്വിഫ്റ്റ് LXi ആണ്, സിംഗിൾ ഓണർ. 2017 മോഡൽ, 50,000 കിലോമീറ്റർ പോയിട്ടുണ്ട്. സ്വിഫ്റ്റ് ഡിസയർ VXi ആണ്, സിംഗിൾ ഓണർ. 2014 ബലേന ആൽഫ ഓട്ടോമാറ്റിക് ആണ്, സിംഗിൾ ഓണറാണ്. 2017 മോഡൽ, 54,000 കിലോമീറ്റർ പോയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ ചാത്തമ്പാറ എന്ന് പറയുന്ന ഭാഗത്തുള്ള ലക്ഷറി റൈഡ് യൂസ്ഡ് കാർസ് എന്ന് പറയുന്ന ഷോപ്പിലാണ് നമ്മൾ വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കാറുകൾ കിടക്കുന്ന ഒരു നല്ല ഷോപ്പാണ്. എപ്പോൾ വരുമ്പോഴും മിനിമം ഗ്യാരണ്ടി തരാവുന്ന ടൈപ്പ് വണ്ടികൾ കിടക്കുന്ന ഒരു നല്ല ഷോപ്പാണ്. അതേപോലെ തന്നെ ഒന്നോ രണ്ടോ ഓണർഷിപ്പിലൊക്കെ നിൽക്കുന്ന ടൈപ്പ് വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും വിശ്വസിച്ച് വന്നെടുക്കാവുന്ന നല്ലൊരു ഷോപ്പാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പം നല്ല നല്ല വണ്ടികൾ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ഇവിടുത്തെ വണ്ടികളുടെ വിശേഷങ്ങൾ നോക്കിയിട്ട് വരാം. ഇത് ബ്രസ VXi ആണ്. 2024 മോഡൽ, സിംഗിൾ ഓണറാണ്. 18,000 കിലോമീറ്ററേ പോയിട്ടുള്ളൂ. കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. റീപ്ലേസോ ആക്സിഡൻറ്റോ ഒന്നും തന്നെ ഇല്ല. ഫസ്റ്റ് ടയറാണല്ലേ? അതെ അതെ. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്, മാനുവലാണ്. ചെറിയൊരു ആൻഡ്രോയിഡും വെച്ചിട്ടുണ്ട്. സീറ്റ് കവറായിട്ട് ചെയ്തിട്ടില്ല. റീപ്ലേസ് ഇല്ല. ഇല്ല. ഓക്കെ, ടയർ കണ്ടീഷനൊക്കെ ഫസ്റ്റ് ടയറാണ്. നല്ലൊരു അലോയ് വീൽസ് കിടപ്പുണ്ട്. എത്രയാണ് ചോദ്യം? 875 കൊടുക്കാം. 875. അതെ. ഇത് പെട്രോൾ അല്ലേ? അതെ അതെ, പെട്രോൾ. അപ്പോൾ മൈലേജ് ഒരു 16-17 ആ റേഞ്ചിനൊക്കെ കാണുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഹോണ്ട സിറ്റി 2015 മോഡൽ, സിംഗിൾ ഓണറാണ്. ഇതിൻ്റെ വേരിയൻറ്റ് V ആണ്. 44,000 കിലോമീറ്ററേ പോയിട്ടുള്ളൂ. കിലോമീറ്റർ ഒക്കെ ജെനുവിൻ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി തന്നെയാണ്. ഇതിന് റീപ്ലേസും ആക്സിഡൻറ്റും ഒന്നും തന്നെ ഇല്ല. ഇതിലും ഒരു ആൻഡ്രോയിഡൊക്കെ വെച്ചിട്ടുണ്ട്. വണ്ടി കാണാൻ കൊള്ളാം. പിന്നെ ഈ റോഡ് സൈഡ് ആയതുകൊണ്ടുള്ള പൊടി കിടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് നോക്കണ്ട, സർവീസ് ചെയ്തായിരിക്കുമല്ലോ തരുന്നത്. ടയേഴ്സൊക്കെ അത്യാവശ്യം കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഇല്ല. ഇത് പെട്രോളോ ഡീസലോ? ഇത് പെട്രോളാണ്. പെട്രോളാണ്. ഒരു 15. ഇത് 575 കൊടുക്കാം. 575. അതെ അതെ. ഇത് 2017 മോഡൽ ഹോണ്ട സിറ്റിയാണ്. സിംഗിൾ ഓണറാണ്. 89,000 കിലോമീറ്റർ പോയിട്ടുണ്ട്. ഇതിൽ റീപ്ലേസോ ആക്സിഡൻറ്റോ അങ്ങനെ ഒന്നുമില്ല. കമ്പനി സർവീസ് ഹിസ്റ്ററി വണ്ടി തന്നെയാണ്. മാനുവലാണ്? അതെ, മാനുവലാണ്. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ആണ്. സിംഗിൾ. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡൽ തന്നെ. 590. 590. പെട്രോൾ അല്ലേ? അതെ, പെട്രോളാണ്. ബാക്ക് AC വെൻ്റൊക്കെ വരുന്ന മോഡലാണ്. ടയേഴ്സൊക്കെ കൊള്ളാം. അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല? ഇല്ല. ഈ വണ്ടി മൊത്തത്തിൽ കാണാനൊക്കെ കൊള്ളാം. വലിയ കളർ ഫെയ്ഡോ മറ്റ് അപാകതകളോ ഒന്നും കാണുന്നില്ല. ആ രീതിയിൽ നോക്കുമ്പോൾ വണ്ടി കാണാനൊക്കെ വൃത്തിയുണ്ട്. എത്ര രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? ഒരു 50 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുമോ? അതെ, ഇറക്കാൻ പറ്റും. ഇത് സ്കോഡ ഒക്ടോവിയ TDI ഓപ്ഷനാണ്. സിംഗിൾ ഓണറാണ്. 2006 മോഡൽ. 6? അതെ. നല്ലൊരു അലോയ് വീലും ടയറും ഒക്കെ ഉണ്ട്. ഇത് പെട്രോൾ അല്ലേ? പെട്രോളാണ്. വണ്ടി അത്യാവശ്യം ചെറിയ തോതിലുള്ള പണിയൊക്കെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്റ്റിയറിങ്ങിനകത്തും അതേപോലെ ഗിയർ നോബിനകത്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒരു ചെറിയ സിസ്റ്റം വെച്ചിട്ടുണ്ട്. നല്ലൊരു സീറ്റ് കവറൊക്കെ ചെയ്ത് വണ്ടിക്ക് അകമൊക്കെ കാണാൻ നീറ്റാണ്. കുറച്ച് അൾട്രേഷൻ പരിപാടികൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ബാക്ക് സൈഡ് നോക്കിയാലും സീറ്റൊക്കെ ആ രീതിയിൽ അഡീഷണൽ നല്ല രീതിയിൽ ചെയ്ത് വർക്കെടുത്തൊരു വണ്ടി. എത്ര ചോദിക്കുന്നത്? 4 ലക്ഷം. 69,000 കിലോമീറ്റർ പോയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ ആണോ? അല്ല, ഇത് 2006 അല്ലേ പറഞ്ഞത്? 2006 മോഡല്. 4 ലക്ഷം രൂപയ്ക്കുള്ള മതിപ്പ് ഉണ്ട്. എന്തായാലും ഇത് കിട്ടത്തില്ലല്ലോ, ലോണൊന്നും കിട്ടത്തില്ലല്ലോ. 2006 ലോൺ കിട്ടത്തില്ല. ലോൺ കിട്ടത്തില്ലല്ലോ. ഇനി തൊട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ 12 തൊട്ടല്ലേ കിട്ടത്തുള്ളൂ? അതെ. അല്ല, 2007 തൊട്ട് കൊടുക്കുന്നുണ്ട്. 7 ഉണ്ടോ? 7 തൊട്ട് കൊടുക്കുന്നുണ്ട്. ടൊയോട്ടയുടെ എത്തിയോസ് 2011 മോഡലാണ്. 62,000 കിലോമീറ്ററേ പോയിട്ടുള്ളൂ. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് തേർഡ് ആണ്. ഓണർ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഇല്ല. ഐ മീൻ ബമ്പർ ഇത് പക്ഷേ ഒരാൾ ബുക്ക് ചെയ്ത് ആൾറെഡി ഇത് സെയിലായി കഴിഞ്ഞു. ആയോ? അതെ. അയ്യോ, സെയിലായി പോയി. പിന്നെ നമ്മൾ കാണിച്ചിട്ടും കാര്യമില്ലല്ലോ. എന്നാലും എത്ര ഇതിന് ചോദിക്കുന്നത്? ഇത് 285. 285.
നമ്മളെ വീഡിയോ കണ്ടിട്ട് വരേണ്ട കോളായിരുന്നു. പോട്ടെ. സ്വിഫ്റ്റ് LXI ആണ്, സിംഗിൾ ഓണർ, 2017 മോഡൽ, 50,000 കിലോമീറ്റർ പോയിട്ടുണ്ട്. 50 ഓടി. റീപ്ലേസ് ഒന്നുമില്ല. കിലോമീറ്റർ ജെനുവിനാണ്. ജെനുവിൻ കിലോമീറ്റർ ആണ്. വണ്ടിക്കകമൊക്കെ കാണാനൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട്, കുഴപ്പമില്ല. സീറ്റ് കവറായിട്ട് ചെയ്തില്ല, സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒന്നും വന്നിട്ടില്ല, ആ ടൈപ്പ് അല്ല. ഓരോ പവർ വിൻഡോസ് വന്നിട്ടുണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ വണ്ടി കാണാനൊക്കെ വൃത്തിയാണ്, അതൊന്നും കുഴപ്പമില്ല. ടയേഴ്സ് ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. ഇല്ല. എത്ര ചോദ്യം? 385. 385. അത് എന്തെങ്കിലുമൊക്കെ കുറയും? ഈ പറയുന്ന വിലയിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടാകുമോ? മാക്സിമം കുറച്ചാണ് ഇട്ടേക്കുന്നത്. എന്തായാലും കുറയുമോ? എന്നിട്ട് ഒരു ചെറിയ രീതിയിൽ ആ സമയത്ത് ചിലപ്പോൾ കുറയായിരിക്കും. പോളോ 2018 മോഡലാണ്, സെക്കൻഡ് ഓണർ, 94,000 കിലോമീറ്റർ പോയിട്ടുണ്ട്. ഡീസലാ പെട്രോളാ? പെട്രോളാണ്. പെട്രോൾ. അതിൻ്റെ വേരിയൻറ്റ് ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നതാണ്. ഓണർഷിപ്പ് സിംഗിൾ? സെക്കൻഡ് ആണ്. സെക്കൻഡ്. ഓക്കെ. ചെറിയൊരു ടച്ച് സ്ക്രീൻ ഉണ്ട്. ടച്ച് സ്ക്രീനിൽ ആണെന്നാണ് എൻ്റെ വിശ്വാസം. മാനുവൽ അല്ലേ? മാനുവലാണ്. മാനുവൽ. വണ്ടിക്ക് അകമൊക്കെ കാണാൻ കൊള്ളാം. നല്ല സീറ്റ് കവറൊക്കെ ചെയ്ത് വൃത്തിയായിട്ട് വണ്ടി ഇട്ടിട്ടുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ടയറിൻ്റെ കണ്ടീഷൻ നോക്കിയാലൊക്കെ അത്യാവശ്യം ടയേഴ്സ് കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട്? റീപ്ലേസ് ഒന്നുമില്ല. ഇല്ല. എത്ര ചോദിക്കുന്നത്? 450. 450. ഒരു 50 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കാം. 50 എന്തെങ്കിലും ഇറക്കാം. ബലേനോ ആൽഫ ഓട്ടോമാറ്റിക് ആണ്, സിംഗിൾ ഓണറാണ്, 2017 മോഡൽ, 54,000 കിലോമീറ്റർ പോയിട്ടുണ്ട്. ഇതിൽ റീപ്ലേസോ ആക്സിഡൻറ്റോ ഒന്നുമില്ല. കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം വണ്ടി കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസൊക്കെ വരുന്ന മോഡലാണ്. സീറ്റ് കവറായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയുണ്ട്, കുഴപ്പമില്ല. നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? 550 കൊടുക്കാം. 550. കളറൊന്നും ഫേഡായിട്ടില്ല, റെഡൊക്കെ ആയിട്ട് നല്ല വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്, അതൊന്നും കുഴപ്പമില്ല. നീറ്റാണ് വണ്ടി കാണാനൊക്കെ, നീറ്റായിട്ട് പോകുന്നത്. സ്വിഫ്റ്റ് VXI ആണ്. LXIനെ കമ്പനി തന്നെ VXI ആക്കിയതാണ്. 21 മോഡൽ, സിംഗിൾ ഓണറാണ്, 25,000 കിലോമീറ്ററേ പോയിട്ടുള്ളൂ. കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഇതിൽ റീപ്ലേസോ അങ്ങനെ ഒന്നുമില്ല. മാനുവൽ അല്ലേ? മാനുവലാണ്. മാനുവലാണ്. പെട്രോളാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒന്നും വരുന്ന മോഡലല്ല, പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കുക. സീറ്റ് കവറൊക്കെ ചെയ്ത് വൃത്തിയായിട്ട് ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് ടയറാണ് കിടക്കുന്നത്. 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് കൊണ്ട് താനും. എത്ര ചോദിക്കുന്നത്? 540. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല? ഇല്ല. ഫോർ വീലറിൽ ഒരു ബ്ലാക്ക് വന്നിട്ടുണ്ട്, അത് അഡീഷണൽ ചെയ്തല്ലേ? അഡീഷണൽ ചെയ്ത. സ്വിഫ്റ്റ് ഡിസയർ VXI ആണ്, സിംഗിൾ ഓണർ, 2014, 65,000 കിലോമീറ്റർ പോയത്. റീപ്ലേസ് ഒന്നുമില്ല. ഫോളോ പവർ വിൻഡോ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുന്ന മോഡലാണ്. ചെറിയൊരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. പെട്രോളാണ്. പെട്രോളാണ്. അതെ. എന്തോ ഓടിയത്? 65 കിലോമീറ്റർ എല്ലാം ജെനുവിനാണ്. ജെനുവിൻ കിലോമീറ്റർ ആണ്. നല്ല ടയറാണ് കിടക്കുന്നത്. ബാക്കിൽ പുത്തൻ ടയറാണ്. ഫ്രണ്ടും ഒട്ടും മോശമല്ല, അത്യാവശ്യം നല്ല ടയറാണ് കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? 390. 390. വണ്ടി വേറെ അപാകതകളൊന്നും കാണുന്നില്ല. ടച്ച് ആൻഡ് പോളിഷ് അങ്ങനെയൊക്കെയുള്ള എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ പരിപാടി ചെയ്യാണ്ട്, അല്ലാത്ത വർഷം വേറെ ഒന്നും കാണുന്നില്ല. നല്ല വൃത്തിയായിട്ട് തന്നെ വണ്ടി കിടപ്പുണ്ട്. ഇത് സ്വിഫ്റ്റ് LXI 2017 മോഡൽ, സിംഗിൾ ഓണറാണ്, 50,000 കിലോമീറ്ററേ പോയിട്ടുള്ളൂ. കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. റീപ്ലേസ് ഒന്നുമില്ല. ഓണർഷിപ്പ് സിംഗിളാണ്. വണ്ടിക്ക് അതൊക്കെ ഓക്കെയാണ്. അത്യാവശ്യം നല്ല വൃത്തിയായിട്ടൊക്കെ തന്നെ ഇരിപ്പുണ്ട്. ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ നീറ്റാണ്, അതൊന്നും കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? 360. 360. എത്ര രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? എത്ര രൂപയുണ്ടെങ്കിൽ നമുക്കിത് ഇറക്കാൻ പറ്റും? 50 ഇട്ടാൽ ചെയ്യാൻ പറ്റും. 50 മതി. വേറെ പറയത്തക്ക അപാകതകളൊന്നും ഇല്ലല്ലോ? ഇല്ല. ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡ് പുത്തൻ ടയറാണ് ഇട്ടേക്കുന്നത്. ഫ്രണ്ടും ഏകദേശം പുതിയത് തന്നെ വേണമെങ്കിൽ പറയാം, അത്ര തന്നെ ഉണ്ട്. കുഴപ്പമില്ലാത്ത ടയേഴ്സ് കിടപ്പുണ്ട്.
സിയാസ് വേരിയൻറ്റ് ഡെൽറ്റയാണ്, സിംഗിൾ ഓണർ, 90,000 കിലോമീറ്റർ, 2018 മോഡല്. 18. ആ, റീപ്ലേസോ ആക്സിഡൻറ്റോ അങ്ങനെ ഒന്നുമില്ല, കമ്പനി സർവീസ് ഹിസ്റ്ററി വണ്ടി. നല്ലൊരു അലോയ് വീൽസും കിടപ്പുണ്ട്. ഇത് പെട്രോൾ അല്ലേ? ആ, പെട്രോളാണ്. പെട്രോൾ മാനുവലാണ്. കൺട്രോൾസൊക്കെ വരുന്ന മോഡലാണ്. അത്യാവശ്യം നല്ലൊരു സീറ്റ് കവറൊക്കെ കിടപ്പുണ്ട്. വണ്ടിക്ക് അകമൊക്കെ കാണാൻ നല്ല വൃത്തി തന്നെ, അതൊന്നും കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? ബാക്ക് AC വെൻ്റൊക്കെ വരുന്ന മോഡലാണ് കേട്ടോ. എത്ര ചോദ്യം? എത്ര? 560 കൊടുക്കാം. 560 പെട്രോള്. ആ, ഓക്കെ. വേറെ പറയത്തക്ക അപാകതകൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. കൊള്ളാം. അലോയ് വീൽസ് എല്ലാം വൃത്തിയായിട്ട് തന്നെ കിടക്കുന്നത്. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് കിടപ്പുണ്ട് താനും. കൊള്ളാം. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികളായിരുന്നു. അങ്ങനെ മോശം പറയത്തക്ക വണ്ടികളില്ല. അത്തരത്തിലുള്ള വണ്ടികളൊന്നും കണ്ടില്ല. പിന്നെ ഒരു വണ്ടി പാർക്ക് ആൻഡ് സെയിലിലൊരു പോളിസ് ഇവിടെ കിടപ്പുണ്ട്. വണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു തരാം, അല്ലാതെ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. കാരണം ചെറിയ ചെറിയ പരിപാടികൾ അത് ഇനി ചെയ്യാണ്ട്. അപ്പം ടച്ച് ആൻഡ് പോളിഷ് അവർ ചെയ്യാത്തതെന്ന് പറഞ്ഞത് പാർക്ക് ആൻഡ് സെയിൽ വണ്ടി ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് വണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ചിട്ട് ഒന്ന് കാണിച്ചു തരാം, അല്ലാതെ അത് ഇതായിട്ട് കാണിക്കുന്നില്ല. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അതിൻ്റെ വില കാര്യങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വീഡിയോയിൽ തരാം. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഉപകരിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. വില ഞാൻ ചോദിച്ചു നോക്കട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ വണ്ടി. വണ്ടിയുടെ ടോപ്പ് ഇങ്ങനെ കുറച്ച് വാൾട്ടുകളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വലുതായിട്ട് കാണിക്കായിരുന്നത്. അല്ലാത്ത പക്ഷം കാണുമ്പോൾ ഈ ഒരു ക്വാളിറ്റിയാണ്. ക്വാളിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിച്ച ക്വാളിറ്റി വണ്ടി എന്നല്ല ഞാൻ പറഞ്ഞത്, ഈ കിടക്കുന്ന ക്വാളിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. വണ്ടിക്ക് അകം വലിയ കുഴപ്പമൊന്നുമില്ല, അത് കുറച്ചുകൂടിയൊക്കെ വൃത്തിയുണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ നീറ്റായിട്ട് കിടപ്പുണ്ട്, കുഴപ്പമില്ല. ഇന്നർ സൈഡൊക്കെ അടിപൊളി, വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ഡോർ പാഡൊക്കെ നോക്കിയാലും തുരുമ്പ് അങ്ങനെ കണ്ടില്ല, പക്ഷെ എന്നാലും പുട്ടിയുടെ വർക്കൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ സൈഡൊക്കെ നോക്കിയാലൊക്കെ കുഴപ്പമില്ല, ഓക്കെയാണ്. ടയറൊക്കെ നോക്കിയാലും അത്യാവശ്യം ടയേഴ്സ് കിടപ്പുണ്ട്. ഇവിടെയൊക്കെ വർക്ക് എടുക്കാനുണ്ട് കേട്ടോ, അങ്ങനെ കിടക്കുകയാണ്. ഇവിടെയൊക്കെ കുറച്ച് വർക്കൊക്കെ ചെയ്യുന്ന പരിപാടികൾ കിടപ്പുണ്ട്. അങ്ങനത്തെ ഒരു വണ്ടി ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം വണ്ടി കാണിക്കായിരുന്നത്. ഈ ഒരു രീതിയിലാണ് വണ്ടിയുടെ കണ്ടീഷൻ. ഈ സൈഡ് വലിയ കുഴപ്പമൊന്നുമില്ല, പിന്നെ ഇവിടെ ചെറിയൊരു പെയിൻറ്റിങ് പരിപാടി ചെയ്യാനുണ്ട്. ഓവറോൾ വണ്ടിക്ക് ചെറിയ പരിപാടികൾ ചെയ്യാനുണ്ട്, അത്യാവശ്യം എടുത്താലും പണികൾ ചെയ്യാൻ അത്യാവശ്യം ഉണ്ട് കേട്ടോ. ആ രീതിയിലുള്ള പരിപാടികളുണ്ട്. അത് മാറ്റി തരുമോ എന്ന് എനിക്കറിയത്തില്ല. ഈ സൈഡിലൊക്കെ പോറലുണ്ട്, അങ്ങനെ കിടപ്പുണ്ട്. അല്ലാത്ത പക്ഷം വണ്ടി കാണാനൊക്കെ കൊള്ളാം, പക്ഷേ ഇങ്ങനെയാണ് കണ്ടീഷൻ. കോളിസിന് നല്ല വണ്ടിയാണല്ലോ. ഈ കാണുന്നതാണ് കണ്ടീഷൻ കേട്ടോ. 2003 കോളിസ് FS വേരിയൻ്റാണ്. 1:30 ചോദ്യം. നിങ്ങളത് വിളിച്ച് ചോദിച്ച് കറക്റ്റ് ചെയ്യുക. വണ്ടി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയുള്ള നല്ല നല്ല വണ്ടികളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. സ്കോഡ വണ്ടിക്ക് ലോൺ കിട്ടും കേട്ടോ. അപ്പം താല്പര്യപ്പെടുന്നവർ ഇത്തരത്തിലൊരു വണ്ടി എടുക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. നല്ല വണ്ടികളായിരുന്നു. പിന്നെ വില കുറഞ്ഞ് കിടന്ന ടൊയോട്ടയുടെ വണ്ടി അങ്ങ് ഓവേം ചെയ്ത്. പിന്നെ അത്യാവശ്യം നല്ല വണ്ടികളായിരുന്നു. ഒരുപാട് വണ്ടികളൊന്നും കാണിച്ചു തന്നിട്ടില്ലെങ്കിലും കാണിച്ചതെല്ലാം അത്യാവശ്യം നല്ല വണ്ടികളായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിച്ചാണെന്നുള്ള പ്രതീക്ഷയിൽ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത നല്ല വീഡിയോ കാണുമ്പോൾ ബൈ.